സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നിരിക്കുന്നത് കൊറിയൻ കനകരാജു എന്ന് പറയുന്ന തെലുഗു മൂവിയുടെ ടീസർ റിയാക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. സ്പെഷ്യൽ മെൻഷൻ ചെയ്യുന്നത് നമ്മുടെ നമുക്ക് മുന്നേ ഇട്ട വീഡിയോസിൽ കമൻ്റ് ഇട്ട അരുൺ പീറ്റർ ആൻഡ് ഗോകുൽ വാസൻ, ഇവർ രണ്ടുപേരും നമ്മുടെ അടുത്ത് ഒരു സജഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മൂവിയുടെ ടീസറിനൊന്ന് റിയാക്ട് ചെയ്യാൻ ദ ആക്ടർ ഈസ് വരുൺ തേജ്. സത്യം പറയാലോ, ടു ബി ഫ്രാങ്ക്, ഞാൻ പുള്ളിയുടെ ഒരു സിനിമയും കണ്ടിട്ടില്ല. ആഹ് അത് സത്യം തന്നെയാണ്, സത്യം പറയണമല്ലോ. അപ്പോൾ പുള്ളി മെയിനായിട്ടും നോൺ മലയാളികൾക്ക് നോൺ ആയിരിക്കുന്നത് മുകുന്ദ എന്ന് പറയുന്ന ഫിലിമും കാഞ്ചി എന്ന് പറയുന്നത്. പക്ഷെ തെലുങ്ക് മൂവീസ് നമ്മൾ കാണാത്തതല്ല, നല്ലപോലെ കാണുന്നതാണ്. പക്ഷേ തെലുഗു എന്ന രീതിയിലല്ല, മലയാളം ഡബ്ഡ് വേർഷൻസ് ആണ് കാണുന്നത്. സബ് ടൈറ്റിൽ വായിക്കാൻ വയ്യ, അതുകൊണ്ടാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ സ്വന്തം അല്ലു അർജുൻ്റെ മൂവീസ് തൊട്ടാണ് ഞാൻ അങ്ങനെ കാണാൻ തുടങ്ങിയത്. ആഹ് അല്ലു അർജുൻ്റെ തുടക്കത്തെ ഒന്ന് രണ്ട്, അല്ല, അല്ലു അർജുൻ്റെ അല്ലല്ലോ, അതിനു മുന്നേ കുറേ തെലുഗു മൂവീസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മലയാളം ഡബ്ബിംഗ് ഒക്കെ ഭയങ്കര മോശമായിരുന്നു. പക്ഷെ അല്ലു അർജുൻ്റെ മൂവീസ് വന്നു തൊട്ട് തുടങ്ങി അടിപൊളിയായിട്ട്. അതുപോലെ അറിയാലോ, മഗധീര, നിന്റെ ഫേവറേറ്റ് ആക്ടറാണല്ലോ, രാം ചരൺ ഒക്കെ അഭിനയിച്ച മഗധീര എത്ര തവണയാണ് ഞാൻ കണ്ടത്. അതിലൊരു കയ്യും കണക്കുമില്ല. അതേപോലെ നമ്മുടെ ബാഹുബലി 1 and 2, അല വൈകുണ്ഠപുരം, അർജുൻ റെഡ്ഡി, വിജയ് ദേവരകൊണ്ട, അല്ലേ? ഇപ്പൊ അതൊക്കെ നമ്മൾ അടിച്ചു പൊളിച്ച് കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ പുള്ളിക്കാരനെ എനിക്ക് അറിയത്തില്ല കേട്ടോ, ക്ഷമിക്കണം. പക്ഷേ ലെറ്റ് മീ സീ, ഇതൊരു വെറൈറ്റി മൂവിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് ഇൻഡോ കൊറിയൻ ഒരു ഹൊറർ കോമഡിയാണ്. അപ്പോൾ ദിസ് വിൽ ബി എ കൊളാബറേഷൻ വിത്ത് ഇന്ത്യൻ മൂവി ആൻഡ് കൊറിയൻ. അങ്ങനെയാണ് ഞാൻ വായിച്ചറിഞ്ഞത്. സോ ദ ഡയറക്ടർ ഈസ് മിർലപാഗ ഗാന്ധി. റിലീസ് ഡേറ്റ് വരുന്നത് സമ്മർ 2026-ലാണ്. ഓക്കെ, നമുക്കിത് ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. നോട്ട് ട്രെയിലർ, ടീസറാണ്. നമുക്ക് കണ്ടു നോക്കാം. ഓക്കെ. 자식 어디 있는지 말해! 말하지 않으면 넌 죽어! 말해! 내라! మీకు దండం ఒక్క స్వామి కనీసం చట్టం ఏంటి రాలే యాలు కొడతారు అర్థమైతుంది ఈ జజం తెరువు అనంతపురమ పెరుగొండ ప్రొఫెషనల్ ఫోటోగ్రాఫర్ ఏంటంటే యారు కొడతా ఉండేది ఏంటంటే ఈయన కొడుకు బాధ కనకరాజు ఎక్కడున్నాడో చెప్పమంటున్నాను. మనం ఆడుతున్నామో మనకే తెలీదు, ఇంకా కనకరాజు ఆడుకుంటే ఎట్లా చెప్పేది? కనకరాజు వచ్చేసాడమ్మా, చేతులు కరిగలివనే విజిలై వీడు మన కనకరాజు కాదమ్మే, మరి టైటిల్ పడుతుంది చూడు. നമ്മളിപ്പോൾ രണ്ട് വീഡിയോസ് കണ്ടു. ഒന്ന് അത് ഈ മൂവിയുടെ തന്നെ അനൗൺസ്മെൻ്റ് ആണെന്ന് തോന്നുന്നു.
ഓക്കെ, പിന്നെ രണ്ടാമത് ഇതിൻ്റെ ടീസറായിട്ടാണ് കണ്ടിരിക്കുന്നത്. കൊള്ളാം, നൈസ്, പ്രോമിസിങ് ആണ്. പിന്നെ ഒരു നമ്മൾ കാണാത്ത എന്തോ ആണ് നമ്മളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതെ 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 അതെ. പിന്നെ കൊറിയൻ കൊളാബറേഷൻ, കൊറിയൻ റൈറ്റർ ആണെന്ന് തോന്നുന്നു അല്ലേ? റൈറ്റർ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തില്ല. അതാണ് അവര് സ്ക്രിപ്റ്റ് ആദ്യം വായിച്ച് കേൾപ്പിച്ചതാണ് കണ്ടത്. അപ്പോൾ ആദ്യത്തെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ രണ്ടാമത്തതും പിന്നെ അപാര വയലൻസ് ആണ് കേട്ടോ. പിന്നെ വയലൻസ് പിന്നെ നമ്മളെ ഇപ്പം എല്ലാത്തിലും ഉണ്ട്, തെലുഗു മൂവി. പിന്നെ അഫ്കോഴ്സ് പിന്നെ എനിക്ക് തോന്നുന്നു ഒരു പൊസസ്ഡ് ആയിട്ടുള്ള ആളാണെന്ന് തോന്നുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് കയറി സാമുറായി സ്വാഡ് എടുത്തിട്ട് ഉള്ള ആൾക്കാരെയൊക്കെ എന്നൊക്കെ ചെയ്യുന്നത്. എനിവേ ഒരു ടിപ്പിക്കൽ തെലുഗു മൂവി, പക്ഷെ കുറച്ച് വെറൈറ്റി ആയിട്ട് കൊറിയൻ കൂടി ബ്ലെൻഡ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും വരുന്നത്. എന്തോ ആണ് എനിക്ക് കണ്ടിട്ട് എനിക്ക് അത്രയും മനസ്സിലായിരിക്കുന്നത്. നമ്മൾ മറ്റത് കണ്ട് എന്താ പറയാ മടുത്തത് കൊണ്ട് ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നുമായിരിക്കും. നീ കുറെ കൊറിയൻ മൂവീസ് കാണുന്നല്ലേ? സീരീസ് ആട്ടോ, മൂവീസ് അല്ല, സീരീസ് ആണ് കാണുന്നത്. ഏതെങ്കിലും ഒന്ന് റെക്കമെൻഡ് ചെയ്യാനുണ്ടോ ഇവർക്ക്? നീ കണ്ടോണ്ടിരുന്ന എന്തോ ഒരു ട്രാക്കിലൂടെ കാണുമായിരുന്നല്ലോ, മൈ ഡീമൻ. അത് പക്ഷെ അങ്ങനെ റെക്കമെൻഡ് ചെയ്യാൻ മാത്രം ഉണ്ടോന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ലവ് റൊമാൻസ് അങ്ങനത്തെ ഒക്കെ കൈൻഡ് ഓഫ് ആണ് കേട്ടോ അതൊക്കെ. പിന്നെ ഞാൻ കണ്ടു തുടങ്ങിയൊരു ഫുൾ ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു മൂവിയിലാണ്. പിന്നെ ഇൻ ബിറ്റ്വീൻ കുറേ എന്താണ് ബോൺ അപ്പറ്റേറ്റോ അങ്ങനെ എന്തൊക്കെയോ ഞാൻ കണ്ടിട്ടുണ്ട് ഇൻ ബിറ്റ്വീൻ. വല്ലപ്പോഴുമാണ് കാണാൻ സമയം കിട്ടുന്നത്, അതനുസരിച്ച് കാണാറുണ്ട്. പക്ഷെ ഞാൻ കാണുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ എപ്പോഴും കുറച്ച് ലവ് ഡ്രാമ അങ്ങനത്തെ ഒക്കെ വരുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഗോസ്റ്റിന്റെ കുറച്ച് കണ്ടിട്ടുണ്ട്, പിന്നെ ഗാർഡിയൻ, അങ്ങനെ കുറച്ചധികം കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ഇപ്പം ഈ പ്രായമായല്ലോ, ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈമിലും പിന്നെ അതിന് ശേഷം ബിഫോർ മാരേജ് വരെ ഞാൻ ഇഷ്ടംപോലെ എനിക്ക് അറിയാൻ പാടില്ലാത്ത ഭാഷകളുടെ പടങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് ഡൗൺലോഡ് ചെയ്ത് ഞാൻ കാണുമായിരുന്നു. അതിനകത്ത് സബ് ടൈറ്റിൽസൊക്കെ നമുക്ക് ഗൂഗിൾ വഴി സെർച്ച് ചെയ്ത് അത് നമുക്കിങ്ങനെ ഇട്ട് വീഡിയോയിൽ VLC പ്ലെയറിൽ ഒക്കെ ഇട്ടിട്ട് നമുക്ക് സബ് ടൈറ്റിൽസ് ഒക്കെ വെച്ചിട്ട് കാണുക. അത്രയും കഷ്ടപ്പെട്ടിരുന്ന് കാണുമായിരുന്നു. ഈവൻ ലേറ്റ് നൈറ്റ് 2 മണി 3 മണിക്കൊക്കെയാണ് ഹൊറർ പടങ്ങളൊക്കെ കണ്ടു തീർക്കുന്നത്. പിന്നെ സീരീസുകൾ, ബ്രേക്കിംഗ് ബാഡ്, അങ്ങനത്തെ കുറേ ഇതൊക്കെ സീരീസും അങ്ങനെ കാണുമായിരുന്നു. എനിവേ, അപ്പോൾ നമുക്ക് ഈ ഈ കൊറിയൻ കനകരാജു മൂവി നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ്. നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടിരിക്കും. ഓക്കെ, സോ ക്യാച്ച് യു ഗൈസ് ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ബൈ.